ജോർജ് കുര്യൻ്റെ നമ്പ്യാകുളത്തെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നമ്മ, മറ്റ് ബന്ധുക്കൾ, ഒപ്പം തന്നെ BJP പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആഹ്ലാദത്തിലാണ്. അവരിപ്പോൾ ടെലിവിഷനിൽ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലായിരിക്കും ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ബന്ധുക്കളും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ എല്ലാവരും. ഇപ്പോൾ ജോർജ് കുര്യൻ്റെ പത്നി അന്നമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. ഒരു ആകാംക്ഷയുണ്ടല്ലേ മനസ്സിൽ? ഉണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ ഇത്? ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. വിവരം അറിഞ്ഞപ്പോൾ ആദ്യം മനസ്സിലെന്താ തോന്നിയേ? സന്തോഷം. ഈ സ്ഥാനം നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയിരുന്നോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. പുള്ളി സ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളല്ല, അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. NDA മൂന്നാമതും അധികാരത്തിലേറുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ എങ്ങനെയായിരുന്നു? മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല. വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ലേ? ഇല്ല ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല. വലിയ സന്തോഷമല്ലേ മനസ്സിലിപ്പോൾ? അതെ, തീർച്ചയായും. ബന്ധുക്കളും ഇപ്പോൾ ഇവിടെയുണ്ട്, അവരും ഈ ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. എന്താണ് മനസ്സിലെന്താ ഇപ്പോൾ തോന്നുന്നത്? വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി. എന്താണ് അമ്മ, എന്താണ് മനസ്സിൽ? നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിയാകാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണിത്. എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്? വലിയ സന്തോഷം. അതിന് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഇതായതുകൊണ്ട് വലിയൊരു അത്ഭുതവും കൂടെ ആണ്. എന്നാലും സന്തോഷം അതിൽ കൂടുതലാണ്. ഞങ്ങൾക്ക് വലിയൊരു അഭിമാനവുമാണ്. തീർച്ചയായിട്ടും അഭിമാനം തന്നെ. എന്താണ് മനസ്സിൽ തോന്നുന്നത്? തീർച്ചയായും ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഇത് തന്നെയാണ്. അദ്ദേഹം പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി, പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. തീർച്ചയായും അദ്ദേഹം ഇത് അർഹിക്കുന്നു. അത് തന്നെയാണ് മനസ്സിൽ. അർഹിച്ച സ്ഥാനം തന്നെ അല്ലേ? അങ്ങനെയല്ലേ മനസ്സിൽ തോന്നുന്നത്? വൈകിയാണേലും അർഹിച്ച സ്ഥാനം എത്തി. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഒപ്പം തന്നെ ഏത് നിമിഷത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യപ്രതിജ്ഞ നടക്കുക എന്നുള്ളൊരു ആകാംക്ഷ കൂടി എല്ലാവരുടെയും മുഖത്തുണ്ട്. എങ്ങനെയുണ്ട് സാർ, നിങ്ങളും ആ ഒരു ആകാംക്ഷയിൽ തന്നെയല്ലേ? വളരെ അഭിമാനം തോന്നുന്നു. ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഞങ്ങൾക്ക് അതിന് അഭിമാനമുണ്ട്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ 10-20 വർഷമായിട്ടുള്ള സുഹൃത്താണ്. പല കാര്യങ്ങളും ഞങ്ങൾ വളരെ അടുപ്പമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ വളരെയേറെ സന്തോഷമുണ്ട്. 20 വർഷത്തെ സുഹൃത്തുബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ ഒരുപക്ഷെ മനസ്സിൽ വന്നിരിക്കാമല്ലേ ഇങ്ങനൊരു സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന്? ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. ഇപ്പോൾ ടെലിവിഷനിൽ ആ ദൃശ്യങ്ങൾ കാണുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് കുര്യൻ എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, കോട്ടയം.